ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ക്യാസിൽ പണ്ട് കാലത്ത് റോയൽ റെസിഡൻസ് ആയിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അത് പിന്നെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്കോട്ട്ലൻഡിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇത് 1:00 ഗണ്ണാണ്. ഇത് സൺഡേ ഒഴിച്ച് എല്ലാ ദിവസവും ഇത് 1:00 ഇവിടുന്ന് ഫയർ ചെയ്യും. പണ്ട് കാലത്തൊക്കെ അതനുസരിച്ചായിരുന്നു ആൾക്കാർ ടൈം നോക്കിയിരുന്നത്, അഡ്ജസ്റ്റ് ചെയ്തിരുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ക്യാസിലിനകത്തുള്ള ഒരു ചാപ്പലാണ് സെൻറ്റ് മാർഗ്രറ്റ്സ് ചാപ്പൽ. 1130 ക്യൂൻ മാർഗരറ്റിന് വേണ്ടിയിട്ടാണ് ഈ ചാപ്പൽ പണിതത്. അവിടെ ഇതിൻ്റെ ക്യാസിൽ കണ്ട് ഞങ്ങൾ ഇറങ്ങി. നെക്സ്റ്റ് ആയിട്ട് പോകുന്നത് ക്യാമറ ഒബ്സ്ക്യൂറയിലാണ്, വേൾഡ് ഓഫ് ഇല്യൂഷൻ. അത് ഈ ക്യാസിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു ഓൺലൈനിൽ. അതിനും റേറ്റ് കുറവാണ് ഓൺലൈനിൽ. തന്നെയല്ല ഇതിനകത്ത് ബ്ലൂ ലൈറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്.
ഇതിനുള്ള എവിഡൻസ് നമ്മൾ കൊണ്ടുപോകണം. ആറ് നിലയിലായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓരോ ഫ്ലോറും ഓരോ കാറ്റഗറിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് റോയൽ മൈൽ. ഇത് എഡിൻബറോയിലെ ഒരു ബിസി ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്ട്രീറ്റാണ്. ഇതുവഴി ഞങ്ങൾ നടന്ന് നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡിലേക്കാണ് പോകുന്നത്. ഒരു 5 minutes വാക്കേ ഉള്ളൂ, 5 to 10 minutes വാക്കേ ഉള്ളൂ. ഫ്രീ എൻട്രി ആണ്. അത്യാവശ്യം കാണാൻ കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെയും. ഇതാണ് സ്കോട്ട്ലൻഡിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ്. വളരെ നമുക്ക് ഈ വേഷത്തിൽ കാണാൻ പറ്റും അവിടെ. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് പ്രിൻസസ് സ്ട്രീറ്റിലുള്ള ജോണി വാക്കറിലേക്കാണ്. അങ്ങനെ ജോണി വാക്കറിന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം രാത്രിയായി. അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലേക്കാണ് പോയത്. സെക്കൻഡ് ഡേ രാവിലെ ഞങ്ങൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു. ആദ്യം പോകുന്നത് ദ കെൽപ്പീസ്. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ഗ്ലെൻഗോയ്ക്കാണ്. 2 hours ജേണിയാണ് ഇവിടുന്ന്. ഒരു മടുപ്പും തോന്നാത്ത യാത്രയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡും അടിപൊളി സീനറിയാണ്. ഇടയ്ക്കിടയ്ക്ക് നിർത്തി കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ പോയത്.
ഒരു സൈഡിൽ മൊത്തം ലേക്കാണ്. ലോച്ച് ലെമോണ്ട് ആണോ കാണുന്നത്? ലോച്ച് ലെമോണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ലേക്കാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലെൻകോയ് മൗണ്ടൻ റിസോർട്ടാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇപ്പോൾ. ഇതാണ് ഗ്ലെൻകോയ് മൗണ്ടൻ റിസോർട്ട്. ഇവിടെ സീസൺ അനുസരിച്ച് പല ആക്ടിവിറ്റീസ് ഉണ്ട്. മെയിനായിട്ട് ചെയർ ലിഫ്റ്റ് ആണ്. പിന്നെ സൈക്ലിംഗ് ഉണ്ട് മൗണ്ടൻ്റെ മേളിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അതുപോലെ തന്നെ സ്ലൈഡിങ് ഉണ്ട്. ഞങ്ങളിപ്പം ചെയർ ലിഫ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ചെയർ ലിഫ്റ്റ് ആ മൗണ്ടൻ്റെ ടോപ്പ് വരെ പോകുന്നുണ്ട്. നമ്മൾ ഏകദേശം 20 മിനിറ്റ്സ് അങ്ങോട്ടേക്കും 20 മിനിറ്റ്സ് ഇങ്ങോട്ടേക്കും ഉണ്ട്. മൗണ്ടനിൽ കൂടെ ഒരു ചെറിയ വാട്ടർഫോളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. നെക്സ്റ്റ് പോകുന്നത് ഡോൾഫിൻ ആൻഡ് വിയാഡക്റ്റ് കാണാനാണ്. ഹാരി പോട്ടർ ബ്രിഡ്ജ്. ഹാരി പോട്ടർ മൂവിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണത്. ഇത് കാണാനാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അവിടെ അടുത്ത് തന്നെയാണ് ഈ ഗ്ലെൻഫിനാൻ റെയിൽവേ സ്റ്റേഷന്. അപ്പോൾ അവിടെയും കൂടെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. അവിടെ ചെറിയൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ആ ബ്രിഡ്ജിലേക്ക് ട്രെയിൻ പോകുന്നത്.
സെക്കൻഡായിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്തത് പ്രീമിയർ ഇൻ ഫോർട്ട് വില്യമിലാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കായിരുന്നു ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ചെക്ക് ഇൻ ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് കാണാൻ വേണ്ടി ഇറങ്ങിയത്. ഡേ 3 ഞങ്ങൾ ഫോർട്ട് വില്യമിലെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്ത് നേരെ പോകുന്നത് ഗ്ലാസ്ഗോയ്ക്കാണ്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഗ്ലാസ്ഗോയിലെത്തിയത്. ഡയറക്റ്റ് തന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഒരു ഇന്ത്യൻ ഹോട്ടലിലേക്ക് പോയി. ടേസ്റ്റ് ഓഫ് ചെന്നൈ എന്ന് പറഞ്ഞിട്ടൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഗ്ലാസ്ഗോയിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ലഞ്ചിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഗ്ലാസ്ഗോ കത്തീഡ്രൽ കാണാനാണ്. കത്തീഡ്രലിലേക്ക് ഫ്രീ എൻട്രി ആയിരുന്നു. 1197 ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് പണിതൊരു കത്തീഡ്രലാണിത്. ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിലും അതിൻ്റെ ആർക്കിടെക്ചറും ഡിസൈനും ഒക്കെ വളരെയേറെ മനോഹരമായിട്ടാണ് അവർ പണിതേക്കുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട്.
നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാം കൊണ്ടും അനുകൂലമായിരുന്നു, ക്ലൈമറ്റ് ആണെങ്കിലും മറ്റെന്തോ ആണെങ്കിലും. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം. ലൈക്ക് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.